വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ നല്ല മുഖ്യമന്ത്രിയാവും. വി ഡി സതീശൻ ഒരു മോശക്കാരനാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ വേണുഗോപാലനും എന്ന് പറഞ്ഞു കെ സുധാകരനും ഒക്കെ കെ മുരളീധരൻ, എന്താ കെ മുരളീധരൻ മോശക്കാരനാണോ? കെ മുരളീധരൻ, അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെയും മുഖ്യമന്ത്രിയാവാൻ യോഗ്യർ തന്നെയാണ്. അതല്ലാതെ CPM-ലുള്ള മാതിരി 82 വയസ്സായി കൂലിപ്പിടിച്ച് നടക്കുന്ന ഈ കാരണഭൂതം മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളൂ, പിന്നെ ആരുമില്ല, ഞാൻ അഥവാ വേണമെങ്കിൽ തന്നെ മരുവനായിക്കോട്ടെ എന്ന് പറയുന്ന ഒരു 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 നെറികെട്ട രീതി ഏതായാലും കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാം. ആരെങ്കിലും ആവട്ടെ, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. കെ സി ആണെങ്കിൽ കെ സി, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. UDF ആണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ളതല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ആവണം, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ ആവണം, അല്ലെങ്കിൽ സുധാകരേട്ടൻ തന്നെ ആവണം എന്നെന്തിനു വാശി പിടിക്കുന്നു? അത് തീരുമാനിക്കട്ടെ. ആര് ജയിച്ചു വരുന്ന എം എൽ എമാർ ആര് തീരുമാനിക്കും, അല്ലെങ്കിൽ അവരാരോടൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കമാൻഡ് അവരോടൊപ്പം തന്നെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനിയും ദിവസമുണ്ട്, ഏതാണ്ട് 2.5 ആഴ്ച ബാക്കി നിൽക്കുന്നു. ആ കാലത്തിനിടയ്ക്ക് ഇനിയും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ വരട്ടെ. കാരണം ഇനിയുള്ള ഈ വോട്ടെണ്ണൽ ദിനം വരെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു ഊർജ്ജം പകരുന്നത് ഇത്തരത്തിലുള്ള സംവാദങ്ങളാണ്. അത്തരം സംവാദങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. അടുത്ത മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ എനിക്കങ്ങനെ സംശയമൊന്നുമില്ല, UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആവുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് എന്താ പറയാ ഒരു എതിർപ്പുകൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് വി ഡി സതീശൻ ആവില്ല മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു. അതായിരുന്നു എൻ്റെ പോയിന്റ്. കാരണം നമുക്കൊക്കെ അറിയാം, വി ഡി സതീശനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വളരെ വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നേതാവാണ് വി ഡി സതീശൻ. വി ഡി സതീശന്റെ ഈ പുതുയുഗ യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ആവേശപൂർവ്വമാണ് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാർ എതിരേറ്റത്. നമ്മുടെ നിയമസഭയിൽ വളരെ വളരെ മികവുറ്റ രീതിയിൽ തന്നെ നിയമസഭയിൽ ചർച്ചകൾ നടത്താനും മറുപടി പറയാനും പിണറായി വിജയന് മറുപടി പറയാനും ഒക്കെ വി ഡി സതീശൻ, അതിലൊന്നും വി ഡി സതീശൻ പിന്നോക്കം പോയിട്ടൊന്നുമില്ല. ഞാൻ വി ഡി സതീശൻ ആവില്ല മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അങ്ങനെ അത്ര എളുപ്പം വി ഡി സതീശന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയുണ്ട്, വേണുഗോപാലും ഉണ്ട്. സുധാകരൻ ഒരു പരിധിവരെ ആഗ്രഹിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യ നിലയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഏതായാലും അത്തരമൊരു ഇവരോട് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാനൊന്നും തൽക്കാലം അദ്ദേഹത്തിന് വയ്യ. എങ്കിലും അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട് കേട്ടോ. അതിലേക്കാണ് ഞാൻ വരുന്നത്. വി ഡി സതീശൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നിയമസഭയിൽ ആ രീതിയിലുള്ള പ്രകടനം ഒക്കെ നടത്തിയെങ്കിൽ കൂടി രമേശ് ചെന്നിത്തലയുമായി കമ്പയർ ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പാർട്ടിയിൽ KSU കാലം മുതൽ തുടർന്നു വന്ന രമേശ് ചെന്നിത്തലയുടെ പോരാട്ടങ്ങൾ, അതിനുശേഷം 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ എൻ്റെ അഭിപ്രായം ഈ 2021 മുതൽ 26 വരെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നടത്തിയ ഒരു പെർഫോമൻസിനേക്കാൾ മുകളിൽ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പെർഫോമൻസ്. പക്ഷേ കഷ്ടകാലത്തിന് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായി, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലക്ക് മുഖ്യമന്ത്രിയാവാനും പറ്റിയില്ല. അതേ അവസരത്തിൽ വീണ്ടും ഒരു തവണ കൂടി പ്രതിപക്ഷ നേതാവ് ആയി ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയെ അല്ല നിയോഗിച്ചത്, പകരമാണ് വി ഡി സതീശനെ നിയമിച്ചത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായും അതൃപ്തി ഉണ്ടായിരുന്നു, രോഷമുണ്ടായിരുന്നു. അതൊക്കെ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവാം, ഇപ്രാവശ്യം സതീശൻ പ്രതിപക്ഷ നേതാവാകട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമ്പോൾ അപ്പോൾ കൺസിഡർ ചെയ്യാം എന്നൊരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ആവാം രമേശ് ചെന്നിത്തല ഒരു പക്ഷേ അത്രമാത്രം ഒന്നും ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, സുധാകരേട്ടനെ സംബന്ധിച്ചിടത്തോളം, സുധാകരേട്ടൻ അറിയാലോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹവുമായി ഒരു 5 ദിവസം ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തിയ സുധാകരേട്ടൻ അവസാനം പെട്ടെന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് വളരെ ശാന്തനായി തിരിച്ചു പോരുകയാണ് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരു ഉറപ്പ് സുധാകരനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡ് സുധാകരന് കൊടുത്തിട്ടുള്ള ഉറപ്പ് എന്താണ്? സുധാകരന് ഒരൊറ്റ ഉറപ്പ് മാത്രം മതി എന്ന് പറഞ്ഞാൽ, ഞാനായില്ലെങ്കിലും
മുഖ്യമന്ത്രി ഞാനായില്ലെങ്കിലും VD സതീശൻ മുഖ്യമന്ത്രി ആവാൻ പാടില്ല എന്നുള്ളതായിരിക്കണമല്ലോ സുധാകരേട്ടൻ്റെ ഒരു ആവശ്യം. അതൊരു പക്ഷേ ഹൈക്കമാൻഡ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ, ഉണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ ചില സാധ്യതകളിലേക്കാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായും VD സതീശന് ഏകകണ്ഠമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. രമേശ് ചെന്നിത്തല അവകാശവാദം ഉന്നയിക്കും. സുധാകരേട്ടൻ സ്വാഭാവികമായും സുധാകരേട്ടൻ ഒരു നിലപാടുണ്ടാവും. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത് ഒരു തർക്കം മുറുകുമ്പോൾ KC വേണുഗോപാൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു നേതൃപാടവം വളരെ വ്യക്തമാക്കിയിരുന്നു. വളരെ സജീവമായി ഈ ഇലക്ഷൻ കാലത്ത് KCയുടെ ഒരു നേതൃത്വം, ആ രീതിയിൽ നേതൃത്വപരമായ പങ്ക് KC വേണുഗോപാൽ വളരെ നല്ല രീതിയിൽ എന്താ പറയുക ഇവിടെ പ്രയോഗിച്ചിരുന്നു. ഇതൊക്കെ കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ പകരം അല്ലെങ്കിൽ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ VD സതീശന്റെ അനുയായികൾ ഒരുപാട് പേര് വന്നിട്ട് അതിന്റെ താഴെ പൊങ്കാലിടുകയൊക്കെ ഉണ്ടായി. അതെന്തെങ്കിലും അത് സ്വാഭാവികമാണ്. കാരണം VD സതീശന് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ VD സതീശൻ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് VD സതീശൻ ആവില്ല മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രോഷമുണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും അവസാന മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുധാകരേട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആദ്യം വായിക്കാം. K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിന്റെ മുന്നേ ഈ ഹൈക്കമാൻഡ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച പൊതുമണ്ഡലത്തിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ DCC പ്രസിഡന്റ് ഷിയാസ് അല്ലെ, മുഹമ്മദ് ഷിയാസ് ആണ് എൻ്റെ എറണാകുളം ജില്ലക്കാരനായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഒരു പ്രസ്താവന നടത്തിയത്. എറണാകുളം ജില്ലക്കാരനായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ VD സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഷിയാസ് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ ഷിയാസ് തന്റെ ആഗ്രഹം പറയുകയാണ്. അത് ഷിയാസ് അല്ല പറഞ്ഞത്, അത് ശരിക്കും VD സതീശൻ പറയിപ്പിച്ചതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയാണ് വീണ്ടും ഈ പൊതുമണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച സജീവമായത്. അപ്പോഴാണ് നമ്മുടെ സണ്ണി ജോസഫ്, KPCCയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് പറഞ്ഞു, ഇത്തവണ മത്സരിക്കാത്ത ഒരാൾ വേണമെങ്കിലും മുഖ്യമന്ത്രിയാവാം. സണ്ണി ജോസഫ് ഉദ്ദേശിച്ചത് KCയാണ്. KCയും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാമെന്ന് സണ്ണി ജോസഫും പറഞ്ഞു വെച്ചു കേട്ടോ. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ മനോരമയിൽ ബെന്നി ബെഹനാന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അതായത് പാർട്ടി ഇടപെടൽ ആവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ പറയുന്നത്, തിരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് തന്നെ കോൺഗ്രസിലെ ചില നേതാക്കളും അനുയായികളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MP AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കത്തയച്ചു എന്ന് ഇന്നത്തെ മലയാള മനോരമ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, 100 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ വരുമെന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായ നേതാക്കൾ പ്രചാരണം നടത്തുന്നത് ജനങ്ങളെ അവഹേളിക്കലാവും. ജനവിധിയുടെ മഹത്വം കളയുന്ന ഇത്തരം തരംതാഴ്ന്ന പ്രവൃത്തികൾ നിർത്താൻ ഇടപെടണമെന്നും ബെന്നി ബെഹനാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത്. ശരി, അപ്പോഴാണ് സുധാകരേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിങ്ങനെയാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ സംഘാടകനും ശക്തനായ നേതാവുമായ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ നിർണായക ചുമതലകൾ നിർവഹിച്ച് രാഹുൽജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണ് എന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. സുധാകരേട്ടന്റെ ഈ ഒരു നിലപാടിനെ, അല്ലെങ്കിൽ സുധാകരേട്ടൻ പറയുന്ന ഈ ഒരു കാര്യത്തെ ആർക്കും തർക്കിക്കാനൊന്നും പറ്റില്ല. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് സുധാകരേട്ടൻ പറയുന്നത് കേട്ടോ. ഇനി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തകരെ ഉണർത്തിയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുന്ന ശക്തിയായി മാറിയും പാർട്ടിയുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ശരിയാണല്ലോ, KC വേണുഗോപാൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു. ഇനി അത് ഒരു നേതാവിന്റെ സംഘടനാ മികവിന്റെ തെളിവാണ്. അതിലും ആർക്കും വിയോജിപ്പുണ്ടാവാൻ വഴിയില്ല. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരമൊരു ദൂരദർശിയുള്ള നേതൃത്വമാണ്. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരത്തിലുള്ള ആരെപ്പോലുള്ള KC വേണുഗോപാലിനെ പോലുള്ള ദൂരദർശിയുള്ള നേതൃത്വമാണ്. ലീഡർ K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർജി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിച്ച, ശ്രദ്ധിക്കണേ, സംസ്ഥാനത്തെ
എന്താ പറയാ, ദിശാബോധത്തോടെ നയിച്ച മഹാനേതാക്കന്മാരുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമനായി ഉയരാൻ KCക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിൽ ശക്തമാണ്. തനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നല്ല സുധാകരൻ പറയുന്നത്. സുധാകരൻ ആദ്യം പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. കാരണം നയിക്കാൻ ആര് വരണം? KC വേണുഗോപാൽ വരണം. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല. ശ്രദ്ധിക്കണേ, ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിലാണ് പ്രതിഫലിക്കുന്നത്. ഇത് സതീശനുള്ളൊരു കുത്താണ് കേട്ടോ, സതീശനുള്ള ഒരു കുത്താണ്. താഴെ തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ചു വളർന്നു വരുന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാനും കഴിയൂ. ഇതും VD സതീശനുള്ള കുത്തല്ല, ഒരു ചവിട്ടാണ്. എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ നിന്ന് വീറോടെ പൊരുതി സമരങ്ങൾ നയിച്ച് ആ രീതിയിലുള്ള തീക്ഷ്ണമായ ഒരു സമര പാരമ്പര്യത്തോടെ മുന്നോട്ട് വരുന്ന ഒരു നേതാവിന് മാത്രമേ ഒരു നല്ല നേതാവാകാൻ പറ്റൂ. താഴെ തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അത് അങ്ങനെയാണ് പറയുന്നത്. സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാൻ കഴിയൂ. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയം, ആദരവ്, ഇതൊക്കെയാണ് KC വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നത്. KCയെ ഇനി പ്രശംസിക്കുകയാണ്. KC എങ്ങനെ വ്യത്യസ്തനാകുന്നു? ഇതൊക്കെ ഈ സുധാകരൻ പറഞ്ഞതിലൊന്നും ആർക്കും ഒരു വിരുദ്ധ അഭിപ്രായമില്ല. ഇതൊക്കെയാണ് KC. ഇനി നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, ഒരാളുടെ സഹയാത്രികനായും പ്രവർത്തകരുടെ ഇടയിൽ നിലകൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അതായത് ഈ തിരഞ്ഞെടുപ്പിനെ നയിച്ചത് VD സതീശൻ ആവുമ്പോഴും VD സതീശന്റെ ഒപ്പം നിന്നുകൊണ്ട് ഒരു സഹയാത്രികനായിട്ടാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നയിച്ചത്, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത്. അത്തരം നേതാക്കന്മാർ ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. അവരുടെ പ്രവർത്തന ശൈലിയും ആത്മാർത്ഥതയും തന്നെയാണ് ഭാവിയെ നിർണയിക്കുന്നത്. കോൺഗ്രസിനും UDFനും ശക്തമായ ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്തു പകരുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാലൻ ഉയരട്ടെ. ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ 3 കുത്ത്. സുധാകരൻ. ഇതാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്ന് പറഞ്ഞാൽ സുധാകരൻ പ്രഖ്യാപിക്കുകയാണ്, കേരളത്തെ നയിക്കാൻ ആര് വരട്ടെ? KC വേണുഗോപാൽ വരട്ടെ. ഈ ന്യായത്തിന് ഉപോത്ബലകമായി വളരെ കൃത്യമായി KC വേണുഗോപാലിന്റെ മഹത്വം എന്താണ്? അദ്ദേഹം തന്നെയാണ് നയിക്കേണ്ടത്. ഒരു ദിശാബോധം നൽകാൻ, സംസ്ഥാനത്തിന് ഒരു ദിശാബോധം നൽകാൻ സമര പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന KC വേണുഗോപാൽ തന്നെ വേണം. അദ്ദേഹത്തിന് വളരെ കൃത്യമായി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെയാണ് സുധാകരൻ സംസാരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ സുധാകരൻ കൃത്യമായി പറയുന്നു, VD സതീശൻ പറ്റില്ല എന്ന് തന്നെയാണ് സുധാകരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ചെന്നിത്തലയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന, ചെന്നിത്തലയാവട്ടെ മുഖ്യമന്ത്രി എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതിൽ നിന്ന് ഒരു യൂട്ടേൺ അടിച്ചുകൊണ്ട് ചെന്നിത്തലയെ മാറ്റി നിർത്തിക്കൊണ്ട് KCയുടെ പക്ഷം ചേരുകയാണ്. ഇവിടെ നമ്മൾ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. എന്തൊക്കെയായാലും ജയിച്ചു വരുന്ന MLA മാർ ആരോടൊപ്പം നിൽക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. ഹൈക്കമാൻഡിന് പെട്ടെന്ന് ഒരു പ്രഖ്യാപനം എടുക്കാനൊന്നും പറ്റില്ല. ഹൈക്കമാൻഡ് ആര് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും ജയിച്ചു വന്ന MLA മാർ ആരാണ് അവരാഗ്രഹിക്കുന്നത്, അവർ ആരുടെ പക്ഷത്താണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ KC തന്നെയായിരിക്കും മുഖ്യമന്ത്രി കേട്ടോ. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശനെ പിന്തുണയ്ക്കുന്ന ഇപ്പോൾ മത്സരിക്കുന്ന, നമ്മൾ ആര് ജയിച്ചു വരുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം, ഈ മത്സര രംഗത്തുള്ള ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഒരു 20-25% മാത്രമേ, ഒരുപക്ഷെ അതിനും താഴെയാണ് സതീശനോട് ആഭിമുഖ്യം പുലർത്തുന്നവർ. അത് കഴിഞ്ഞ് ഒരു 10-20% ചെന്നിത്തലയോട് ആഭിമുഖ്യം പുലർത്തുന്നവരുണ്ട്. സുധാകരനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഇക്കൂട്ടത്തിൽ ഒരു പകുതിയോളം പേർ KCയെ അനുകൂലിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഊഹിക്കാം,
നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ തികഞ്ഞ വി ഡി സതീശൻ എന്താ പറയുക, വി ഡി സതീശനോട് അത്രമാത്രം താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ചെന്നിത്തലയോട് സ്നേഹമുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതേപോലെ നമ്മുടെ KCയോട്, സുധാകരേട്ടനോടൊക്കെ അത്രക്കും ഹൃദയവായ്പുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ അപ്പൊ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് ഒരു നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും അത് ഈ ജയിച്ചു വരുന്ന എം എൽ എമാരുടെ ഒരു താല്പര്യം കൂടി കണക്കിലെടുക്കുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ കൂടി ഇതിനോടുകൂടി ചേർത്ത് വെക്കുന്നു. അതായത് രമേശ് ചെന്നിത്തല വളരെ വളരെ ഭംഗിയായി 2016 മുതൽ 2021 വരെ നല്ല രീതിയിലുള്ള പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പദവി അലങ്കരിച്ച ആളാണ്. സമര പോരാട്ട പാരമ്പര്യമുള്ള ആളാണ്. KSUവിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. വി ഡി സതീശനേക്കാൾ സീനിയറായ നേതാവാണ്. സാമുദായിക, അതാണ് ഏറ്റവും പ്രധാനം. SNDP ആവട്ടെ, NSS ആവട്ടെ, അങ്ങനെ സാമുദായിക സംഘടനകളുമായി വളരെ വളരെ അടുപ്പമുള്ള ആളാണ്. അതല്ലാത്ത മറ്റ് ക്രിസ്തീയ സംഘടനകളാവട്ടെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളാവട്ടെ, ഇവരുമായിട്ടൊക്കെ ഏറെ വി ഡി സതീശനേക്കാൾ അതിന് താരതമ്യമൊന്നുമില്ല, വി ഡി സതീശനേക്കാൾ എത്രയോ മുകളിലാണ് രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം. അതുകൊണ്ടൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കും, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അങ്ങനെ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഈ അവസാനം നമ്മുടെ സുധാകരനെ ശാന്തനാക്കി പറഞ്ഞയച്ചത് വി ഡി സതീശന് കൊടുക്കില്ല, സുധാകരൻ പോ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ സുധാകരനെ മടക്കി അയച്ചതാണെങ്കിലോ അപ്പോൾ തീർച്ചയായും വി ഡി സതീശന് നറുക്ക് വീഴില്ല. ഇപ്പോൾ സുധാകരൻ വളരെ കൃത്യമായിട്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ് സുധാകരനാണ്. കാരണം സുധാകരൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം. സുധാകരൻ എനിക്ക് തോന്നുന്നില്ല വെറുതെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് ഇത്തരത്തിലുള്ള ഈ നിലപാടുകൾ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഷിയാസ് നേരത്തെ പറഞ്ഞ പോലെ നിലപാടുകളൊന്നും ആരും എടുക്കരുത് എന്നൊക്കെ ഹൈക്കമാൻഡ് അപ്പോഴും പറയുമ്പോൾ സുധാകരൻ വളരെ ശക്തനായി KC വരട്ടെ എന്ന് തന്നെ തുറന്നടിക്കുമ്പോൾ, അല്ലെങ്കിൽ വി ഡി സതീശൻ വേണ്ട എന്ന് തുറന്നടിക്കുമ്പോൾ ഹൈക്കമാൻഡിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, KCയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട വി ഡി സതീശന്റെ അനുയായികൾ, വി ഡി സതീശന്റെ പക്ഷക്കാർ, വി ഡി സതീശനോട് താല്പര്യമുള്ളവർ ക്ഷമിക്കണം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ നല്ല മുഖ്യമന്ത്രിയാവും. വി ഡി സതീശൻ ഒരു മോശക്കാരനാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലനും എന്ന് പറഞ്ഞു കെ സുധാകരനും ഒക്കെ കെ മുരളീധരൻ മോശക്കാരനാണോ? കെ മുരളീധരൻ, അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെയും മുഖ്യമന്ത്രിയാവാൻ യോഗ്യർ തന്നെയാണ്. അതല്ലാതെ CPMലുള്ള മാതിരി 82 വയസ്സായി കൂലിപ്പിടിച്ച് നടക്കുന്ന ഈ കാരണഭൂതം മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളൂ, പിന്നെ ആരുമില്ല, ഞാൻ അഥവാ വേണമെങ്കിൽ തന്നെ മരുവനായിക്കോട്ടെ എന്ന് പറയുന്ന ഒരു നെറികെട്ട രീതി ഏതായാലും കോൺഗ്രസിനില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാം. ആരെങ്കിലും ആവട്ടെ, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. KC ആണെങ്കിൽ KC, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. UDF ആണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ളതല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ആവണം, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ ആവണം, അല്ലെങ്കിൽ സുധാകരൻ തന്നെ ആവണം എന്നെന്തിനു വാശി പിടിക്കുന്നു? അത് തീരുമാനിക്കട്ടെ. ആര് ജയിച്ചു വരുന്ന എം എൽ എമാർ ആര് തീരുമാനിക്കും, അല്ലെങ്കിൽ അവരാരോടൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കമാൻഡ് അവരോടൊപ്പം തന്നെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനിയും ദിവസമുണ്ട്, ഏതാണ്ട് 2.5 ആഴ്ച ബാക്കി നിൽക്കുന്നു. ആ കാലത്തിനിടയ്ക്ക് ഇനിയും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ വരട്ടെ. കാരണം ഇനിയുള്ള ഈ വോട്ടെണ്ണൽ ദിനം വരെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു ഊർജ്ജം പകരുന്നത് ഇത്തരത്തിലുള്ള സംവാദങ്ങളാണ്. അത്തരം സംവാദങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.